ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് ഞാനിവിടെ വന്നത് പ്രത്യേകിച്ച് ഒരു കമ്പനിയെ കുറിച്ച് പറയാനാണ്. അതായത് സ്കിൽഡ് ജോബ്സ് മാത്രമല്ലല്ലോ, അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബ്സും ആഗ്രഹിക്കുന്നവരുണ്ടാവും. നമുക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്ത് കിട്ടി വരാൻ ചാൻസ് ഉള്ള ഒരു ജോലിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയിലുള്ള ജോബ്സ്. അപ്പൊ അവിടെയും ബാക്കിയുള്ള ജോബ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇലക്ട്രീഷ്യൻ, പ്ലംബർ, ഇങ്ങനെയുള്ള ജോബ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് കൂടാതെ വേസ്റ്റ് കൊണ്ടുപോയി അവരുടെ ബിന്നിലിടുക, അത് കൊണ്ടുപോയിട്ട് അവരുടെ വർക്ക് സൈറ്റിലേക്ക് ഡംപ് ചെയ്യുക, ഇങ്ങനെയുള്ള ജോലികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഓരോ കമ്പനികളിലും പോയിട്ട് അവിടുത്തെ വേസ്റ്റ് കളക്ട് ചെയ്യുക. അവിടുത്തെ ഒരു ജോലിക്കാരനെ ഞാൻ ഈയിടെ പരിചയപ്പെടാനായിട്ട് ഇടവന്നു. അപ്പോൾ പറഞ്ഞത് ആ ജോലിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ജോലിയാണെന്നാണ് പറയുന്നത്. അയാൾ UK-യിലാണ് ആദ്യം വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ കമ്പനി ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ആ കമ്പനിയിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള, അതായത് കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും ഇല്ലാത്തവർക്കുള്ള പല ജോലികളും ഉണ്ട്. അപ്പൊ ജോലിയെക്കുറിച്ച് ഞാനിവിടെ ചോദിച്ചു. വളരെ എളുപ്പമായിട്ടുള്ള ജോലിയാണെന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് നമ്മള് കൂടുതൽ മെനക്കെടാതെ നമുക്ക് ഡേർട്ട്, അഴുക്കുകൾ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യുന്ന ഒരു ജോലി. അപ്പൊ സാധാരണ ഈ ഓരോ ഇൻഡസ്ട്രിയൽ ഏരിയാസിലും പോയിട്ട് ആ ഇൻഡസ്ട്രീസിലൊക്കെ വരുന്ന വേസ്റ്റുകൾ കളക്ട് ചെയ്തിട്ട് അവർക്ക് ഒരു പ്രത്യേക ഏരിയ ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുക, അത് റീസൈക്കിൾ ചെയ്യുക, ഇതൊക്കെയാണ് അതിലൂടെ വരുന്നത്. അപ്പൊ എല്ലാവരും ആ കമ്പനിയുള്ള ജോബ്സിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. കമ്പനിയുടെ പേര് ബിഫ എന്നാണ്. ബിഫയുടെ വെബ്സൈറ്റ് എടുത്തിട്ട് കരിയേഴ്സ് എന്നുള്ള പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഏതൊക്കെ ജോബ്സ് ഉണ്ടെന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ജോബ്സ് ഉണ്ടാവും. പെട്ടെന്ന് ഒരു എൻട്രിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ എൻട്രി ഏത് ജോബിലൂടെ ആയാലും അത് വളരെ നല്ലതാണ്. നാട്ടിൽ ജോലി ചെയ്യുന്നവരെ ഒരുപാട് ബുദ്ധിമുട്ടി ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ക്ലീനർ ആയാലും ഇതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ് ആയാലും ഡ്രൈവിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ആ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തു വെക്കുക. ആ ഡ്രൈവിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കമ്പനികളിലൊക്കെ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓസ്ട്രേലിയയിലായാലും ന്യൂസിലൻഡിലായാലും UK-യിലായാലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസ് കൺവേർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം എല്ലാവരും പോയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ കൂടുതൽ വീഡിയോകളൊന്നും ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തോന്നിയിട്ടാണ് ചെയ്യാത്തത്. ഇന്നത്തെ ഇൻഡീഡ്, സീക്ക് എന്നീ വെബ്സൈറ്റുകളിലുള്ള ജോബിന്റെ ലിങ്ക് കൂടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും പെട്ടെന്ന് പോയിട്ട് ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോഴേ 3-4 പേർക്ക് ഇപ്പോൾ പുതുതായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. എനിക്കിതൊക്കെ അറിയുമ്പോൾ വളരെ ഹാപ്പിയാണ് ഞാൻ കേട്ടോ. എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അതിൽ ഒരു ശ്രീജുവിനെ ജോലി ആയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആയിട്ടില്ല. ഇനിയും ഏകദേശം 1 മാസത്തെ താമസം ഉണ്ടാവും വിസ കിട്ടാനായിട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെയുള്ളവരുടെ വിശേഷങ്ങൾ കേൾക്കുമ്പോഴും അതുപോലെ തന്നെ പലരെയും ഞാനിവിടെ മാളിൽ വെച്ചൊക്കെ കാണുമ്പോഴും ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പം നിങ്ങളും അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങളിപ്പോൾ തൽക്കാലം ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വളരെ സന്തോഷവാനായിരിക്കുക കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവും. നിങ്ങളിപ്പോൾ തൃപ്തനായിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ വന്നു ചേരൂ. അല്ലാതെ ഒന്നിലും അതൃപ്തി പ്രകടിപ്പിക്കാണ്ടിരിക്കുക. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ മോട്ടിവേഷൻ കൊടുക്കുക. നിങ്ങളുടെ കുട്ടികളെ ഡിഗ്രിക്ക് ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് അയക്കുക. നാട്ടിൽ മുടക്കുന്നതിനേക്കാളും കുറച്ചുകൂടി പണം മുടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവാനായിട്ട് ഇത് അത്യാവശ്യമാണ്. അപ്പം അതുപോലെ കുട്ടികളെ ചെറുപ്പത്തിലേ തന്നെ ട്രെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നവരായാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരുടെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാക്കിയെടുക്കുക. അപ്പം അതുപോലെയൊക്കെ ചെയ്യുക. ജോലിക്ക് അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഞാനിപ്പോൾ കൂടെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കണ്ടാൽ ഞാൻ മറ്റു വീഡിയോകളും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ സീ യു, ബൈ.